തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മാത്രം പിന്തുണ. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജിവെച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾക്കെതിരെയും വിമർശനം. സ്വന്തം ലേഖകൻ മലപ്പുറത്ത് നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കാതെ യു.ഡി.എഫിന് മാത്രം പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗവും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ ജംഷീൽ അബൂബക്കർ രാജിവെച്ചു. ഞാൻ ഇപ്പോൾ വായിച്ചത് ഇന്നലെ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുടെ തുടക്കം മാത്രമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടില്ലേ? എന്താണ് തലക്കെട്ട്? തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മാത്രം പിന്തുണ, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജിവെച്ചു. ആരാണ് രാജിവെച്ച വ്യക്തി? ജംഷീൽ അബൂബക്കർ. ഞാൻ ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ആ ചിത്രത്തിൽ ഇതേ ജംഷീൽ അബൂബക്കർ പാണക്കാട്ട് തങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് കൈവാങ്ങുന്ന അല്ലെങ്കിൽ കൈപ്പറ്റുന്ന മെമ്പർഷിപ്പ് അംഗത്വം എടുക്കുന്നതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി രാജിവെച്ചു എന്നുള്ള വാർത്ത ശരിയാണ്. അയാൾ വെൽഫെയർ പാർട്ടി വിട്ടു എന്നുള്ള വാർത്തയും ശരിയാണ്. എന്നാൽ ദേശാഭിമാനി കൊടുത്ത കാരണം നോക്കിയാൽ നിങ്ങൾ, തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മാത്രം പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ വ്യക്തി അതേ ദിവസം രാജിവെച്ച അതേ ദിവസം പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വാർത്തയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ നെറികെട്ട പത്രം, ഈ മഞ്ഞപ്പത്രം, പിണറായി വിജയൻ്റെ തീട്ടം തുടക്കാൻ ഉപയോഗിക്കുന്ന ഈ മഞ്ഞപ്പത്രം, പിണറായി വിജയൻ തീട്ടം പൊതിഞ്ഞ് വിതരണം ചെയ്യാൻ വേണ്ടി തീട്ടം പൊതിഞ്ഞു കൊടുക്കുന്ന ഈ മഞ്ഞപ്പത്രം, ആ മഞ്ഞപ്പത്രം പച്ച നുണ എഴുതി വിടുക. തീട്ടം തീട്ടം നമ്മളൊക്കെ ഈ മഞ്ഞപ്പത്രം വെച്ചിട്ട് തീട്ടം തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫെക്ഷൻ ആകും, പഴുപ്പുണ്ടാകും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത്രയും വിഷമാണ് ഈ പത്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ജനങ്ങളോട് പച്ച നുണ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല, ഒരു മര്യാദയില്ല. ജനങ്ങളോട് പറയാ, അതും ഒരു പത്രം, ആ പത്രത്തിൽ അച്ചടിച്ച് വിടുകയാണ്. എന്താ അച്ചടിച്ച് വിടുന്നത്? പച്ച നുണ മാത്രം. എന്നാൽ ഈ ജംഷീൽ അബൂബക്കർ എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ നേതാവായിരുന്ന വ്യക്തി വെൽഫെയർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്തിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ എവിടെയുണ്ട്? സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ ദൃശ്യങ്ങൾ ദേശാഭിമാനക്കാരൻ കാണുന്നില്ല, കൃമികീടങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ ചിത്രങ്ങൾ, മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ ചിത്രങ്ങൾ കാണുന്നില്ല. അപ്പോൾ അവൻ്റെ വഴിക്ക് വാർത്തകളെ വളച്ചൊടിച്ച് പച്ച നുണ പ്രചരിപ്പിക്കാൻ രാജിവെച്ചു എന്നുള്ള വാർത്ത കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കാരണമായിട്ട് ഇവൻ്റെ വക യു.ഡി.എഫിന് പിന്തുണ നൽകിയത്. എന്നാൽ പിന്നെ യു.ഡി.എഫിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ ചങ്ങായി രാജിവെച്ചതെങ്കിൽ ഈ ചങ്ങായി മുസ്ലിം ലീഗിൽ അംഗത്തെടുക്കുമോ? അതിനു പകരം ഈ ചങ്ങായി CPM-ൻ്റെ അംഗത്തല്ലേ എടുക്കേണ്ടത്? യു.ഡി.എഫിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചിട്ട് ഒരാൾ രാജിവെക്കുക എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ അയാൾ ഏത് പാർട്ടിയിൽ ചേരും? യു.ഡി.എഫിലുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ? അല്ലെങ്കിൽ LDF-ലുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ? സ്വാഭാവികമായിട്ടും ചോറ് തിന്നുന്നവന് ഏത് പാർട്ടിയിലാണ് ചേരുക? LDF എന്ന് പറയുന്ന മുന്നണിയിലുള്ള ഏതെങ്കിലും പാർട്ടി. CPM തന്നെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ മുന്നണിയിലുള്ള ഏതെങ്കിലും പാർട്ടി. കാരണം എന്താ? ഇവൻ രാജിവെക്കാൻ ദേശാഭിമാനി പറഞ്ഞ പ്രകാരമുള്ള കാരണം എന്താണ്? യു.ഡി.എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചിട്ടുണ്ട്. അത് സത്യ. വെൽഫെയർ പാർട്ടിയിൽ നിന്ന് അയാൾ രാജിവെച്ചിട്ടുണ്ട്. ആ വാർത്ത സത്യ. പക്ഷെ പറഞ്ഞ കാരണം യു.ഡി.എഫിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നാണ് ദേശാഭിമാനി എന്ന് പറയുന്ന തീട്ടം പൊതിയാൻ ഉപയോഗിക്കുന്ന, പിണറായി വിജയൻ രാവിലെ കഴുകുന്നതിന് പകരം തുടക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞപ്പത്രമായിട്ടുള്ള നെറികെട്ടവന്മാർ. ആ പത്രം അങ്ങനെ ആവാൻ കാരണം എന്താ? അത്രയും നെറികെട്ട ക്രിമിനൽ തെമ്മാടികളാണ് ആ പത്രത്തിൽ എഴുതി വിടുന്ന ആളുകൾ. അപ്പോൾ അവറ്റകൾ എഴുതി വിട്ടതാണ് ഈ വാർത്ത. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വാഭാവികമായിട്ടും
അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ UDFന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോയതെങ്കിൽ ആ വ്യക്തി LDFിലുള്ള ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കണം, അല്ലെങ്കിൽ അവൻ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തണം. 2 പോസിബിലിറ്റിയല്ലേ ഉള്ളൂ, 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഈ രണ്ടും ചെയ്യാതെ ഈ വ്യക്തി മുസ്ലിം ലീഗിൽ ചെന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ അംഗത്വം എടുത്തിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ചിത്രങ്ങൾ, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങുന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ടും അത് കാണുന്നില്ല ദേശാഭിമാനിക്കാരൻ. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മുസ്ലിം ലീഗ് കൊടുത്ത വീട് കിട്ടിയ ഗുണഭോക്താക്കൾ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ രീതിയിൽ അവരൊരു വീട്ടിൽ കൂടൽ, ഒരു ഹൗസ് വാമിങ് നടത്തുമ്പോൾ അതിന് അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ കൂട്ടായ്മയിൽ അവർ സ്വമേധയാ പിരിച്ച പണം മുസ്ലിം ലീഗ് പിരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ജംഷീൽ അബൂബക്കർ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങുന്ന ചിത്രം ഇവറ്റകൾക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇവറ്റകളുടെ കണ്ണിൽ തീട്ടം മാത്രമേ കാണുള്ളൂ. ഇവറ്റകളുടെ കണ്ണിൽ, ഈ ദേശാഭിമാനിക്കാരൻ്റെ കണ്ണിൽ തീട്ടം മാത്രമേ കാണുള്ളൂ. കാരണം എന്താ? ഇത് തീട്ടം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ വിളിച്ചു പറയാ. എന്നാൽ ഈ ചങ്ങായി അപ്പുറത്ത് പോയിട്ട് ഈ ജംഷീൽ അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി വെൽഫെയർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നേരെ പോയി പാണക്കാട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പാണ് വാങ്ങുന്നത്. എന്നാൽ രാജിവെച്ചു എന്ന് പറയുന്നവൻ ഉളുപ്പുണ്ടെങ്കിൽ, ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം, ദേശാഭിമാനിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? വെൽഫെയർ പാർട്ടിക്കാരന് ഇത്രയും ദിവസം, ഇത്രയും കാലം, 10-20 വർഷം ഈ വെൽഫെയർ പാർട്ടിക്കാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും പിണറായി വിജയൻ്റെ മൂടുതാങ്ങികളായിരുന്നു, പിണറായി വിജയൻ്റെ വോട്ട് ബാങ്കായിരുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എല്ലാം തികഞ്ഞ പുണ്യാളനായിരുന്നു. എന്നാൽ 2026 ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് പിണറായി വിജയൻ ഇല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരനും വെൽഫെയർ പാർട്ടിക്കാരനും പ്രഖ്യാപിക്കുന്നു. അതിൽ വെൽഫെയർ പാർട്ടിക്കാരൻ പരസ്യമായിട്ട് പിന്തുണ UDFനാണെന്നും പറയുന്നു. അപ്പോൾ വോട്ട് വിജയൻ്റെ മൂടുതാങ്ങികൾക്കല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേശാഭിമാനിക്കാരൻ പച്ച നുണ വിളിച്ചു പറയാൻ തുടങ്ങി. അതങ്ങനെയാണ് ദേശാഭിമാനിക്കാരന് കിട്ടാത്ത മുന്തിരി പുളിക്കും. ഈ കൃമികീടങ്ങൾക്ക് നക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പുളിക്കും. അപ്പോൾ ദേശാഭിമാനിക്കാരന് നക്കാൻ കിട്ടാത്ത മുന്തിരിയാണ് ഈ വെൽഫെയർ പാർട്ടി. അപ്പോൾ ആ മുന്തിരിക്ക് പുളിയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ കൃമികീടങ്ങൾ പച്ച നുണ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലേ? ആ കൂട്ടത്തിലുള്ള ഒരു പച്ച നുണയായിരുന്നു ഈ പറഞ്ഞ വയനാട്ടിലെ മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളിൽ നിന്ന് നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നു. ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനമല്ലേ നിങ്ങൾക്ക്? ഒരു ഉളുപ്പ്, ഒരു മര്യാദ. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വാ തുറന്നാൽ, ഇവർ മഷി അച്ചടിച്ചാൽ, ഇവർ പ്രിന്റ് ചെയ്താൽ, ഇവരുടെ പത്രത്തിൽ ഇവർ പിന്ത് ചെയ്യുന്നത് അത്രയും പച്ച നുണ മാത്രം. പച്ച നുണ മാത്രം. അതാ ഞാൻ പറഞ്ഞത്, വിജയം തുടക്കുന്നത് കണ്ടിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ രാവിലെ തീട്ടം തുടക്കാൻ ഈ ദേശാഭിമാനി എടുത്താൽ പിന്നെ നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരും. കാരണം എന്താ? വിഷമാണ്. വിഷം തട്ടിയാൽ ഇൻഫെക്ഷൻ ആകും. പിണറായി വിജയന് വിഷം ഇൻഫെക്ഷൻ ആവാത്തതിന് മറ്റു കാരണങ്ങളുണ്ട്. എന്താ? ആ തൊലി അമ്മാതിരി കട്ടിയ, കണ്ടാമൃഗത്തെ വെല്ലുന്ന തൊലിക്കട്ടിയ പിണറായി വിജയൻ്റെ തൊലിയിലേക്ക്, ദേഹത്തേക്ക് അങ്ങനെ വിഷം ഏൽക്കൂല. മനസ്സിലായില്ലേ? പക്ഷേ സാധാരണക്കാരൻ രാവിലെ തുടക്കാൻ ദേശാഭിമാനി പത്രം ഉപയോഗിച്ചാൽ നമ്മൾ ഇൻഫെക്ഷൻ ആകും. പിന്നെ നമ്മളെന്താക്കേണ്ടി വരും? പോക്കറ്റിലിരിക്കുന്ന പണം കൂടി എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത വർഗം ലോകത്തിലുണ്ടാവില്ല. വേറെ ഇമാതിരി ഐറ്റം ലോകത്തിലുണ്ടാവില്ല. ഇത് വളരെ റയർ, കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന പച്ച നുണകളും വ്യാജങ്ങളും വെറുപ്പും വിദ്വേഷവും വർഗീയതയും എല്ലാത്തിൻ്റെയും വക്താക്കളായിട്ടുള്ള വിഷം വമിക്കുന്ന ഒരു ഇനം, ഒരു പ്രത്യേക ഇനം, അപൂർവ ഇനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം ആമസോൺ കാടുകളിൽ മാത്രം കാണുന്ന ചില ജീവികളുണ്ട്. അത് ആമസോണിൽ മാത്രമേ ഉള്ളൂ.
അല്ലേ? നമ്മളെ ബ്രസീലിലും ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പറയുന്ന ആമസോൺ കാടുകൾ, മഴക്കാട് അല്ലേ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ആ ആമസോൺ മഴക്കാടുകളിൽ മാത്രം ജീവിക്കുന്ന ചില അപൂർവ ഇനം ജീവികളുണ്ട്. അത് ഈ ആമസോണിൽ മാത്രമേ ഉള്ളൂ. ആ ആമസോൺ വിട്ടുകഴിഞ്ഞാൽ വേറെ എവിടെയും ആ ജീവികളെ കാണാൻ പറ്റില്ല. അതുപോലെ വിഷം വമിപ്പിക്കുന്ന, വിഷം തുപ്പുന്ന, വ്യാജങ്ങൾ പടച്ചുവിടുന്ന, പച്ച നുണകൾ പടച്ചുവിടുന്ന, ഒരു ഉളുപ്പുമില്ലാത്ത, ഒരു മര്യാദയുമില്ലാത്ത, വർഗീയതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാക്താക്കളായിട്ടുള്ള RSSകാരൻ്റെ ഏജൻ്റായിട്ടുള്ള ഒരു കൂട്ടം, ആ കൂട്ടം ലോകത്തിൽ, കേരളത്തിൽ മാത്രം. ഇതൊരു പ്രത്യേക ഇന ഉളുപ്പ് എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം. ഉളുപ്പ് എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ലോകത്തില്ല. മനസ്സിലായില്ലേ? മക്കളെയൊക്കെ പ്രത്യേകം ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആമസോണിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് പഠിപ്പിക്കണം. കേരളത്തിൽ മാത്രം കാണുന്ന ഈ പ്രത്യേക ജീവികളെക്കുറിച്ച്, ഈ പ്രത്യേക ഐറ്റത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു ഉളുപ്പുമില്ലാണ്ട് പച്ച നുണ അടിച്ചു വിടുക. ഹേയ്, നെറികെട്ട ഏറ്റവും തരം താഴ്ന്ന ഏർപ്പാട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൃമികീടങ്ങൾ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.